ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു അതിഥി ഉണ്ട്, പരിചയപ്പെടുത്തു. അവിടെ പോയി ഹായ് ഗൈസ്. ഞാൻ ഇവരുടെ മരുമോളായി വരും. നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ചപ്പാത്തി വരച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പൊ ഇന്ന് നമ്മൾ ഓറോട്ടി പരത്തിട്ട് വീണ്ടും പരിചയപ്പെട്ടു. അങ്ങനെ അപ്പൊ നമ്മൾ എവിടെ പോകുന്ന അറിയോ, ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, കൊട്ടാരം അല്ലേ? എന്താ ആര് ബ്രിട്ടീഷ് നീസ്റ്റർ പറയും നിങ്ങൾക്കറിയുന്നല്ലേ? ബ്രിട്ടീഷർമാരോ കെട്ടിയതായി എന്ന് പറയുന്നുണ്ട്, നമുക്കൊന്നും അറിയില്ല. നമ്മൾ ഡെയിലി കസ്റ്റമറാണ്. വീട് ഇടാൻ അത് ഇപ്പുറത്താണ് വീട്. എന്താ ബ്രിട്ടീഷുകാരെന്താ അങ്ങനത്തെ എന്തൊരു ഹിസ്റ്ററി ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് അവിടെ ഒരു മുത്തപ്പന് പറഞ്ഞിട്ട് മാമനോട് നമുക്ക് ചോദിക്കാം ഫുൾ ഡീറ്റെയിൽസ് ഇട്ടാ. അപ്പം നമുക്ക് പോവാം. പരപ്പ സൈഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് കാണാൻ. ഇതാക്കിയതാ നമ്മുടെ പരപ്പ ആണത്. എനിക്ക് നല്ല രസമായിട്ടാണ് വ്യൂ. നല്ല മെയിൻ റോഡാണ് ശരിക്കും പറഞ്ഞാൽ. മൊത്തം ഫോറസ്റ്റ്, അപ്പുറത്ത് ഇത് ഫോറസ്റ്റ്, അതിനപ്പുറത്ത് പുഴയുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഒരു കാര്യം പറയാം, ഇൻഗോസ്റ്റ് ഹൗസ് എല്ലാവരും കണ്ടിട്ടേ അതുപോലത്തെ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോഴേ എന്റെ കണ്ണില് വെള്ളം നിറഞ്ഞു. അതാണോ എന്നൊരു ഡൗട്ട്. കാണിച്ചു തരാം. ഓ അതല്ല, ഞാൻ ഈ ഫോറസ്റ്റിനെ പിടിച്ചിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. പൊട്ടത്തി സോറിട്ടാ, ഞങ്ങക്ക് തെറ്റിയിട്ടില്ല. അവള് പറഞ്ഞ അത് വഴിയാണ്. ഞാൻ വിചാരിച്ചു അത് വഴിയല്ല, ഇത് വഴിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പിടിച്ചു നിന്നില്ല. ആകെ കൺഫ്യൂഷൻ. ഗസ്റ്റ് ഹൗസിൽ പോകുന്ന വഴി ഏത്? ഡെയിലി പോകുന്ന ആളാണ് ഇത് ഇവള്. ഡെയിലി പോകുന്ന ആൾക്ക് ചർച്ചയാണ്. ഏയിലെങ്കിൽ പോയാ മതി നമുക്ക്. അങ്ങനെ നമ്മള് എനിക്ക് മിനിയാന്ന് റാണിപുരം കയറി അതേ എക്സ്പീരിയൻസ് ഇട്ട് ഇടിയും കിട്ടുന്നേ. ഇടി അങ്ങനെ നല്ല കാഴ്ചയാണ്. സേവ് ദ ഡേറ്റ് ഇടയാക്കിയത്. ഓഹോ, പറ്റിയ സ്ഥലം ഇട്ടതാ. സേവ് ദ ഡേറ്റിനുള്ള പറ്റിയ സ്ഥലമാണ്. ഇതാണ് നമ്മുടെ മാമൻ. നല്ല രസമുണ്ട് കേട്ടോ, വ്യൂസ് എല്ലാം നല്ല രസമുണ്ട്. ആ കാട് കഴിഞ്ഞിട്ട് നമ്മൾ എത്തുന്നതാണ് എത്രയും മനോഹരമായ ഒരു പ്ലേസിലേക്ക്. ഇതാണ് പരപ്പാട്ട. വരാൻ താല്പര്യമുള്ളവർ വന്നോ. കണ്ടോ, പണ്ടത്തെ ഒരു എന്തോ അമ്പലത്തിലേക്ക് പോയ പോലെ ഉണ്ടല്ലോ ഇത്. നോക്കി അടിപൊളിയുണ്ട്. പൂവെല്ലാം ഉണ്ട്. അതന്നെ ഇപ്പൊ ആരും ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്ന അവിടെ ഉണ്ടാവും. ഇപ്പൊ ഇത് കേരള വനം വന്യജീവി വകുപ്പ് പരപ്പ പ്രകൃതി പഠന കേന്ദ്രം. ഇതെല്ലാം ഇപ്പൊ കിട്ടിയത് കേട്ടാ. എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്തെന്ന് ഇതെല്ലാം ഇതിപ്പോൾ 2016 കിട്ടിയത്. 2016 കിട്ടിയതാണ്. ഇത് മുമ്പ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ നിന്നുണ്ടേ, അവരുടെ ഗസ്റ്റ് ഹൗസ് ആയിട്ട് ഉണ്ടായി. ഏത് ഇതല്ലോ ഈ കാണുന്നതല്ലേ, ഇതെല്ലാം ഇപ്പോൾ ഒന്ന് മിനുക്കി പണിതിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ പോലെ തന്നെയല്ല ഉള്ളത്, ചെറുതായിട്ടൊരു മിനുക്ക്. ഈടെന്ത് സ്റ്റേജ് അമ്മ ഇതെന്തെന്നൊന്നും അറിയില്ല കേട്ടോ. ഇത് സ്റ്റേജ് പോലെ ഉണ്ട് എന്തായാലും. ഇപ്പോൾ ഇത് പുതുക്കിയിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയത് പഴയ 2016 അതിന് സെറ്റാക്കിയ. അതിലാരും ഇല്ല കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഫോറസ്റ്റുകാർ വരുന്നതെന്നാണ് നമ്മുടെ അതിഥി പറഞ്ഞത്. നമ്മ അതിഥി നിൽക്കുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്ന സ്ഥലം മാത്രം. അതുകൊണ്ട് അതിൻ്റെതായ ഒരു മെയിൻ്റെനൻസ് ഉണ്ട്. അടിച്ചു വാങ്ങാൻ ആള് വേണേക്കുന്നുണ്ട് മാമന്. നമ്മള് സ്ഥലമെല്ലാം കണ്ട് മടങ്ങുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്നും പോകാൻ പറ്റില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കാണാൻ മാത്രമേ പറ്റൂ. ഓള് മൊത്തം പ്രേതത്തിന്റെ സ്ഥലം കഥ പറയുന്നുണ്ട്. ധന്യ എന്തി പറഞ്ഞപ്പോ ഇങ്ങനെ പോകുമ്പോ അടുത്തെത്തുമ്പോ തന്നാലെ ഗേറ്റ് തുറക്കും. ആ ഒരു ഫീലാണ് എനിക്കിപ്പോ ഒരു ഭാഷ കിട്ടിയ തന്നാലേ തുറക്കും. അത് ഇൻഗോസ്റ്റ് ഹൗസ് ഇന്നില്ല ഒരു ഇതുണ്ട് കേട്ടോ. എനിക്ക് ഇത് കാണുമ്പോ അങ്ങനെ തോന്നുന്നു. തോമസ് കുട്ടി മുമ്പിൽ പോകുന്നുണ്ട്. അങ്കിത്തൊക്കെ പിന്നെ ഇതെല്ലാം ശീലാണ്, എപ്പോഴും വരുന്നുണ്ട്. പേടിയൊന്നും വേണ്ടപ്പാ. ഗേറ്റ് തുറക്കുന്നത് എന്തെന്നാണ് എഴുതിയിട്ടുള്ളത്? കേരള ഫോറസ്റ്റ്
ഡിപ്പാർട്ട്മെന്റ് കേരള ഗസ്റ്റ് ഹൗസ് ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസ് അതന്നെ. കേരള ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസ് പരപ്പ പരപ്പ എനിക്ക് പരപ്പ ഇല്ല ഡിപ്പാർട്ട്മെന്റ് പരപ്പാണ് ഫുള്ള് എന്തെന്ന് കാട് പിടിച്ച വഴിയിലൂടെ നടക്കുന്നു. രാത്രി ഇതിൽ വരാൻ നല്ല ധൈര്യം ഉണ്ടവർക്കേ പറ്റൂ അത്ര. അപ്പൊ അങ്കിത വരും. ഞാൻ വരില്ല, രാത്രി ഒന്നും വരൂല. ഇന്നിപ്പോ അമ്മായിയാണ് ഞാൻ വന്നു, ആരില്ലല്ലോ. ഓള് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഹൊറർ മൂവി ഷൂട്ട് ചെയ്യണം പറഞ്ഞിട്ട്. അടുത്ത ആഴ്ചയിൽ അത് റിലീസ് ഡേറ്റ് ഞാൻ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. നമുക്ക് ഈ പൂവായിരിക്കും കൊടുക്കാം. ഇപ്പൊക്കെല്ലാം വേണോടി ചെവിയിൽ വെച്ചാലോ? ചെവിയിൽ വെച്ചാലോ? പരപ്പകാലത്ത് അയ്യോ അതാ എന്റെ ചെവിയിൽ നിൽക്കേണ്ടതല്ല, അതുകൊണ്ടാ വീണത്. അതെ. ഓ നമ്മളെ ഗസ്റ്റ് ഹൗസ് വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വീഡിയോ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.